ഹോർമസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക സംഘർഷം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുമെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പുതിയ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിനെ ഒരു നിശ്ചിത തന്ത്രപരമായ മേഖലയായി പ്രഖ്യാപിച്ചതിലൂടെ ഈ പ്രദേശത്തിന്മേലുള്ള തങ്ങളുടെ അവകാശം വിട്ടുവീഴ്ചയില്ലാത്തതാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഈ പാത തടയാൻ ഇറാൻ തീരുമാനിച്ചാൽ അത് ലോക സാമ്പത്തിക ക്രമത്തെ തകിടം മറിക്കും. അമേരിക്കൻ സൈനിക നീക്കങ്ങളെ അധിനിവേശം എന്ന് വിശേഷിപ്പിച്ച ഇറാൻ സൈന്യം ഇതിനെ പ്രതിരോധിക്കാൻ ഏത് തരം പ്രത്യാക്രമണത്തിനും സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹോർമുസിലെ ഇറാന്റെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഇറാൻ തങ്ങളുടെ നാവികാഭ്യാസം ഊർജിതമാക്കിയിട്ടുണ്ട്. സമുദ്ര സുരക്ഷയുടെ പേര് പറഞ്ഞ് അമേരിക്ക മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ യഥാർത്ഥത്തിൽ സമാധാനം തകർക്കുകയാണെന്ന് ഇറാൻ ആരോപിക്കുകയാണ്. വിദേശ സൈനിക ശക്തികൾ പശ്ചിമേഷ്യ വിട്ടുപോകണമെന്ന ഇറാന്റെ ദീർഘകാലമായുള്ള ആവശ്യം വീണ്ടും ശക്തമായി ഉയർത്തപ്പെടുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിലെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കേണ്ടത് അവരുടെ സഖ്യകക്ഷികളുടെ കൂടി ആവശ്യമാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് ആഗോള ഇന്ധന വിലയിൽ വൻ വർധനവിന് കാരണമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വാക്പോര് കേവലം ഭീഷണിയിൽ ഒതുങ്ങുന്നില്ലെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ മരണശിക്ഷ എന്ന പ്രയോഗം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ചിട്ടുള്ള പുരോഗതി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹോർമുസിലെ ഏത് നീക്കവും ചൈനയെയും ഇന്ത്യയും പോലുള്ള വലിയ എണ്ണ ഉപഭോക്താക്കളെയും ബാധിക്കും. ചൈനയുമായുള്ള ഇറാന്റെ വർദ്ധിച്ചു വരുന്ന ബന്ധം ഈ വിഷയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാന് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ലഭിക്കുന്നത് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കടലിലെ ഈ തർക്കം കേവലം അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ആധിപത്യം ഉറപ്പിക്കാനുള്ള പോരാട്ടമാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ ഇതിനു മുമ്പും ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ സങ്കീർണമാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പരോക്ഷമായി ഹോർമുസിലെ നീക്കങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് ചെറിയ നീക്കവും വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. മേഖലയിലെ അറബ് രാജ്യങ്ങളും ഈ സാഹചര്യത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അമേരിക്കയുമായി സൈനിക സഹകരണം ഉണ്ടെങ്കിലും ഇറാന്റെ പ്രകോപനം തങ്ങളുടെ രാജ്യങ്ങളെ ബാധിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇറാൻ സൈന്യം തങ്ങളുടെ നാവികസേനയെ കൂടുതൽ നവീകരിക്കുകയാണ്. സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ഗറില്ല യുദ്ധമുറകൾ അമേരിക്കൻ കപ്പലുകളെ പ്രതിരോധിക്കാൻ ഇറാൻ പ്രയോഗിച്ചേക്കാം. ഇതിനെ നേരിടാൻ സാങ്കേതികമായി അമേരിക്ക മുന്നിലാണെങ്കിലും ഹോർമുസിലെ ഭൂപ്രകൃതി ഇറാന് അനുകൂലമാണ്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ മുന്നറിയിപ്പുകൾ വെറും വാചക കസർത്തുകളാണോ അതോ വ്യക്തമായ സൈനിക പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ഉടൻ വ്യക്തമാകും. എണ്ണ വിപണിയിൽ ഈ സംഘർഷം ഇതിനകം തന്നെ പ്രതിഫലിച്ചു തുടങ്ങി. വിതരണ ശൃംഖല തടസ്സപ്പെടുമെന്ന ഭീതിയിൽ എണ്ണവിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. യുദ്ധമുണ്ടായാൽ ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസിലും ഹോർമുസിലെ നീക്കങ്ങളെ കുറിച്ച് ചർച്ചകൾ സജീവമാണ്. കടുത്ത നടപടികൾ വേണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്ന് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇറാൻ സൈന്യം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഈ സംഘർഷം ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും. പശ്ചിമേഷ്യയിലെ ശക്തി പ്രകടനങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷയും വലിയ ചോദ്യചിഹ്നമാണ്. സമുദ്ര അതിർത്തികളിലെ സംഘർഷം വ്യാപാരത്തെയും ജനജീവിതത്തെയും ഒരുപോലെ ബാധിക്കും. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ സാന്നിധ്യം ഹോർമുസിൽ വർദ്ധിക്കുന്നത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ തീരപ്രദേശത്തിന് തൊട്ടടുത്ത് വിദേശ കപ്പലുകൾ നിലയുറപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ തന്ത്രപരമായ ഈ നീക്കം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. അമേരിക്കയുടെ സ്വാധീനത്തെ മറികടക്കാൻ പ്രാദേശിക ശക്തികൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്.
സൈനികമായ തയ്യാറെടുപ്പുകൾക്കൊപ്പം തന്നെ സൈബർ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകളുടെ നിയന്ത്രണ സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കാൻ ഒമാൻ പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്നതു തന്നെയാണ് പ്രധാന തടസ്സം. പരസ്പര വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നിലപാടിന് വലിയ പിന്തുണയാണുള്ളത്. ദേശീയതയെ മുൻനിർത്തി ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഈ സൈനിക മുന്നറിയിപ്പുകൾ സഹായിക്കുന്നുണ്ട്. അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും ഈ വിഷയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ഒരു പരാജയം ഭരണപക്ഷത്തിന് രാഷ്ട്രീയമായി തിരിച്ചടിയാകും. ഹോർമുസിലെ ജലം ഇപ്പോൾ ശാന്തമാണെങ്കിലും അതിനടിയിൽ വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഈ സാഹചര്യം ലോക സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. നയതന്ത്രജ്ഞരെയും വിവേകപൂർണമായ തീരുമാനങ്ങളും മാത്രമാണ് ഇതിന് പരിഹാരം. ഇറാന്റെ മുന്നറിയിപ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആഗോള എണ്ണ വിപണിയുടെ താക്കോൽ തങ്ങളുടെ കയ്യിലാണെന്ന ഓർമ്മപ്പെടുത്തൽ. ഇത് മറികടക്കാൻ ബദൽ മാർഗങ്ങൾ തേടാൻ ലോകരാജ്യങ്ങൾ നിർബന്ധിതരാക്കും. ഹോർമസ് കടലെടുക്ക് വെറും ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ഭദ്രതയുടെ ജീവനാഡിയാണ്. അവിടെ ഉണ്ടാകുന്ന ഏത് പ്രകമ്പനവും ലോകത്തിന്റെ അങ്ങേയറ്റത്തും പ്രതിഫലിക്കും. ഇറാന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ ഈ ജീവനാഡിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമാകുമോ എന്ന് കാലം തെളിയിക്കും.